സാറ അലറി കരഞ്ഞ ആര്യൻ്റെ അരയിലെത്തി. അവൻ്റെ ഷർട്ടിൽ പിടിച്ചുലയ്ക്കുമ്പോൾ നിസ്സംഗനായി നിൽക്കുകയായിരുന്നു ആര്യൻ. എല്ലാം കണ്ട് കൈകെട്ടി ഒരു പുച്ഛത്തോടെ അവളെ നോക്കിക്കൊണ്ട് രുദ്രൻ മാറി നിന്നു. നീയും എന്നെ ചതിക്കാൻ കൂട്ടുനിന്നല്ലടാ. എന്തുമാത്രം നിന്നെ ഞാൻ സഹായിച്ചു. നീ വിളിച്ചപ്പോഴൊക്കെയും ഞാൻ കൂടെ വന്നിട്ടില്ലേ? പറയടാ. സാറ ആര്യനെ ആട്ടി വിളിച്ചുകൊണ്ട് ഭ്രാന്തിയെപ്പോലെ ചോദിച്ചു. അവന് മറുപടിയൊന്നുമില്ലായിരുന്നു. രുദ്രൻ്റെ ചുണ്ടിലൊരു പരിഹാസ ചിരിയുണ്ടായി. കൂടെ കിടന്ന് സഹായിച്ച കണക്കല്ലേ അവൾ പറയുന്നത്? നിനക്കൊന്ന് സഹായിക്കാൻ വയ്യടാ. ആര്യനെ നോക്കി രുദ്രൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ സാർ അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. ഇനി എന്ത് പറഞ്ഞിട്ടും രുദ്രൻ തന്നെ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് സാറ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. മതി മതി, സമയം പോകുന്നു. നിനക്ക് കല്യാണം കഴിക്കണ്ടേ സാറ? രുദ്രൻ തിടുക്കത്തിൽ മറ്റുള്ളവർക്ക് കണ്ണു കാണിച്ചപ്പോൾ അവർ വന്ന് സാറയെ പിടിച്ചു മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു. ഇല്ല, മരിച്ചാലും ഞാനിതിന് സമ്മതിക്കില്ല. ഈ അലവലാതിയെ ഞാൻ വിവാഹം കഴിക്കില്ല. സാറ ഉറക്കെ കരഞ്ഞു. ആരും അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. രുദ്ര, നീ ഓർത്തോ, ഇതിന് നീ അനുഭവിക്കും. എൻ്റെ ഡാഡി നിന്നോട് ചോദിക്കും. നോക്കിക്കോ. വലിച്ചിഴക്കുമ്പോഴും സാറ വിരൽ ചൂണ്ടി കത്തുന്ന കണ്ണുകളോടെ പറയുന്നത് കേട്ട് രുദ്രൻ അട്ടഹസിച്ചു. ശരി, അത് ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പോൾ സന്തോഷമായി കല്യാണം കഴിക്കാൻ നോക്കുമോളെ. കെട്ടാൻ മുട്ടി വന്നതല്ലേ നീ. രുദ്രൻ്റെ കണ്ണുകൾ തിളങ്ങി. സാറയെ മണ്ഡപത്തിലിരുത്തിയ പാടെ ആൽവിൻ വരികയും ചിരിയോടെ അവളെയൊന്ന് നോക്കി കണ്ണിറുക്കുകയും ചെയ്തു. സാറ വെറുപ്പാൽ മുഖം വെട്ടിച്ചു. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം കൊച്ചേ. നമുക്കിരുവർക്കും ഗുണമുണ്ടാകുന്ന കാര്യമല്ലേ. വെറുതെ കിടന്ന് പിടക്കല്ലേ. നല്ല കുട്ടിയായിരുന്നേ. എന്തോരം പണമുണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് നോക്കിക്കേ. കണ്ണുകളിൽ ആർത്തി നിറച്ച് പറയുന്ന ആൽവിൻ്റെ വാക്കുകളിൽ കൂട്ടാക്കാതെ സാറ അലറി വിളിച്ചു. പോടാ, ആരെങ്കിലും ഓടി വരണേ, എന്നെ രക്ഷിക്കണേ. സാറ കൈക്കാലുകൾ അഴിച്ചു കുതറുന്നതിൻ്റെ ഇടയ്ക്ക് ആൽവിൻ താലി കെട്ടി. സാറ ഞെട്ടിക്കൊണ്ട് ആ താലി പറിച്ചെറിയാൻ നോക്കിയെങ്കിലും അവളുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരുന്നു. പിന്നീട് രജിസ്റ്റർ ഇരുവരുടെയും ഒപ്പും ഇടവിച്ചു. സാറയെ കൊണ്ട് ബലമായി ഒപ്പിടിക്കേണ്ടി വന്നു. അതിനോടകം വീഡിയോ പകർത്തി അത് വേണ്ട രീതിക്ക് മാത്രം എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയകളിൽ തരംഗമാക്കാനുള്ള ഏർപ്പാടുകളും രുദ്രൻ ചെയ്തു വെച്ചിരുന്നു. രുദ്രൻ്റെ മുൻ കാമുകിയും മോഡലുമായ സാറ ജെയിൻ ഫിലിപ്പ് വിവാഹിതയായി. പോൺ ഫിലിം ഡയറക്ടർ ആൽവിൻ മാത്യൂസുമായാണ് വിവാഹം നടന്നത്. പലയിനം ടൈറ്റിലുകളിൽ കൊടുത്ത് യൂട്യൂബ് ആ വിവാഹം ആഘോഷമാക്കി. എല്ലാം കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്തിട്ടും രക്ഷയില്ലെന്ന് കണ്ട സാറ രുദ്രൻ്റെ മുന്നിൽ ബലഹീനയായി ഒരു നിൽപ്പ് നിന്നു. സർവവും പരാജയപ്പെട്ടവളെ പോലെ ഒരു നിൽപ്പ്. അത് കണ്ടതോടെ രുദ്രൻ വിജയസ്മിതവുമായി അവളെ സമീപിച്ചു. ഇപ്പം എന്ത് തോന്നുന്നു മേഡം? കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് മനസ്സിലായോ? ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്തുതരം അനുഭൂതിയാണെന്ന് നിനക്കറിയാമോ? തനിക്ക് മുന്നിൽ കണ്ണുകളിൽ തീയാളി നിൽക്കുന്നവനെ കണ്ണുയർത്തി നോക്കാൻ സാറ് ധൈര്യപ്പെട്ടില്ല. മുഖത്ത് നോക്കടി. രുദ്രൻ ചെവി പൊട്ടുന്നത് പോലെ അലറി. സാറ ഭയത്തോടെ മുഖമുയർത്തി അവനെ നോക്കി. ഞാനിപ്പോൾ അനുഭവിക്കുന്ന നീ അന്ന് എൻ്റെ കുടുംബത്തിന് മുന്നിൽ അപഹസ്യനാക്കിക്കൊണ്ട് എന്നെയും നിദ്രയെയും ഹോട്ടലിൽ വെച്ച് പൂട്ടിയിട്ടപ്പോൾ നീ അനുഭവിച്ച അതേ സന്തോഷവും നിർവൃതിയുമാണ്. സാറയുടെ മുഖം അതേപടി കുനിഞ്ഞു. അവൾക്ക് അവനെ ഇനിയും നേരിടാനുള്ള ശക്തിയില്ലായിരുന്നു. ഇനി നീ എൻ്റെയും നിദ്രയുടെയും ജീവിതത്തിലേക്ക് കടന്നു കയറിയാൽ ഒന്ന് നീ ഓർത്തോ, ഞാൻ പറയാതെ തന്നെ അറിയാലോ നിനക്കെന്നെ. വിരൽ ചൂണ്ടി അലർച്ചയോടെ രുദ്രൻ പറഞ്ഞപ്പോൾ വിറച്ചു പോയിരുന്നു സാറ. ഇനിയും ഒന്നും ബാക്കിയില്ലെന്ന പോലെ അവളെ തിരിഞ്ഞു പോലും നോക്കാതെ രുദ്രൻ പോയി. വാതിൽക്കിലെത്തിയതും അവനൊന്ന് തിരിഞ്ഞു. ഹാപ്പി മാരീഡ് ലൈഫ് ആൽവിൻ ആൻഡ് സാറ. മൃദുവായ ചിരിയോട് അവനത് പറയുമ്പോൾ തന്നെ അവൻ പരിഹസിക്കുകയാണോ അല്ലയോ എന്നവൾക്ക് വ്യക്തമായില്ല. അവസാനത്തെ ആണിയും അടിച്ചതിൻ്റെ സന്തോഷത്തിൽ രുദ്രൻ തിരിഞ്ഞു നടന്നുപോയി. സാറ തകർന്നതുപോലെ നിലത്തേക്ക് ഊർന്നിരുന്നു പോയി. വീട്ടിലമ്മ ന്യൂസ് വെച്ചിരിക്കുമ്പോൾ നിദ്രയും ഗായത്രി ദേവിയുടെ അരികിൽ ചെന്നിരുന്നു കൊണ്ട് അവരുടെ ചുമരിൽ തലചായ്ച്ചിരുന്നു. കഴിഞ്ഞു നിന്റെ പഠിപ്പൊക്കെയും? മടി കൂടുന്നുണ്ടോ എന്ന് സംശയം ഈടെയായിട്ടുണ്ട്. ഗായത്രി ദേവി തലചരിച്ചു വെച്ച് പറഞ്ഞപ്പോൾ നിദ്ര ഒന്നും മിണ്ടാതെ കുറെ കൂടി അവരോട് ചേർന്നിരുന്നു. 2 ദിവസമായി രുദ്രൻ്റെ ഫോൺ കോളിനായി കാത്തിരിക്കുകയായിരുന്നു നിദ്ര. അവൻ വിളിക്കാതെ അവൾക്കൊന്നിനും ഒരു ഉത്സാഹം തോന്നുന്നില്ല. ഷൂട്ടിൻ്റെ തിരക്കിലായിരിക്കുമോ അതോ ഇനി വേറെന്തെങ്കിലും തിരക്കോ ഒന്നും അവൾക്കറിയില്ല. എങ്കിലും ആ ശബ്ദം കേൾക്കാത്തത് കൊണ്ടൊരു ഉന്മേഷക്കുറവ് മൊത്തത്തിലുണ്ട്. മോളെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? സത്യസന്ധമായി എന്നോട് മറുപടി പറയാമോ? നേർത്ത സ്വരത്തിൽ ഗായത്രി ദേവി ചോദിച്ചപ്പോൾ നിദ്ര അവരുടെ ചുമലിൽ നിന്നും കടുകിടാനങ്ങാതെ ഒന്ന് മൂളി. കോളേജിൽ നിന്ന് വല്ല പ്രേമത്തിലും പെട്ടോ?
അവർ ചോദിക്കുന്നത് കേട്ട് നിദ്ര ഞെട്ടലോടെ അവരുടെ ചുമരിൽ നിന്ന് മുഖം ഉയർത്തി ആ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ നനവ് പൊടിഞ്ഞു. അമ്മയ്ക്ക് എങ്ങനെ അത് ചോദിക്കാൻ കഴിഞ്ഞു എന്നവൾ ഓർത്തു. ദേവേട്ടനെയല്ലാതെ മറ്റാരെയും ഇനി ഈ ജന്മം താൻ സ്വീകരിക്കില്ല, മനസ്സിൽ കയറ്റിയിരുത്തില്ല. അത്രമാത്രം ആ മുഖം തന്നിൽ പതിഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ രുദ്രനുമായി കോണ്ടാക്റ്റുള്ള വിവരം അമ്മയോട് പറയാനും വയ്യല്ലോ. കുറച്ച് ദിവസങ്ങളായി നിന്റെ പെരുമാറ്റം കൊണ്ട് ചോദിച്ചതാണ് ഞാൻ. ഗായത്രി ദേവി മെല്ലെ പറഞ്ഞപ്പോൾ ഇല്ലെന്ന പോലെ നിദ്ര തലയനക്കി. ഇല്ലമ്മേ, അങ്ങനെയൊന്നുമില്ല. ഈ ജന്മത്തിൽ ദേവേട്ടനല്ലാതെ മറ്റാരും. അത് പറഞ്ഞ് പൂർത്തിയാക്കാൻ വയ്യാതെ നിദ്ര മുഖം വെട്ടിച്ചു. ഗായത്രി ദേവിയുടെ മുഖം മങ്ങി. നീ ഇനിയും അവനെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ മോളെ? അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. ഇനിയും അതൊന്നും മനസ്സിൽ വെക്കരുത്. നിനക്ക് വേറൊരു ഇഷ്ടമുണ്ടെങ്കിൽ അമ്മയ്ക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അത് പറയാൻ കൂടിയാണ് ഞാനത് ചോദിച്ചത്. ഗായത്രി ദേവി പിന്നെയും സംശയപൂർവ്വം തന്നെ നോക്കുന്നത് കാണുകെ അവളുടെ നെഞ്ചു പിടഞ്ഞു. ഇല്ലമ്മേ, അങ്ങനെയൊന്നുമില്ല. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ചോദിച്ചെന്ന് മാത്രം. തൽക്കാലം നീ പഠിക്കാൻ നോക്ക്, നന്നായി. ഇനി ഈ എക്സാം കൂടി കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ നിനക്ക് UK പോകേണ്ടതാണ്. നന്നായി മനസ്സിരുത്തി പഠിക്ക്. ഗായത്രി ദേവി അവളുടെ കയ്യിൽ പിടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. നിദ്ര തലയാട്ടിയെങ്കിലും ഇവിടം വിട്ടു പോകാൻ, രുദ്രനെ കാണാതെ ഇരിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. പെട്ടെന്നാണ് ആ ന്യൂസ് വാർത്തയിൽ തുടരെ തുടരെ കേട്ടുകൊണ്ടിരുന്നത്. ഗായത്രി ദേവിയുടെ ശ്രദ്ധ അങ്ങോട്ടേക്കായി. പ്രശസ്ത മോഡലും ആക്ടർ രുദ്രദേവിൻ്റെ മുൻ കാമുകിയുമായിരുന്ന സാറ ജെയിൻ ഫിലിപ്പ് വിവാഹിതയായി. പോൺ ഫിലിം ഡയറക്ടർ ആൽവിൻ മാത്യൂസുമായാണ് വിവാഹം. അത് കേൾക്കെ ഞെട്ടലോടെ ഗായത്രി എഴുന്നേറ്റ് പോയി. നിദ്രയും ഗായത്രിയും കുറച്ച് നിമിഷങ്ങൾ പരസ്പരം ഞെട്ടലോടെ നോക്കി നിന്നു. ഗായത്രി ദേവിയും നിദ്രയും ഒരുപോലെ ഞെട്ടി നിൽക്കുകയാണ്. സാറെ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുമെന്ന് രുദ്രൻ അവൾക്ക് വാക്ക് കൊടുത്തിരുന്നുവെങ്കിലും അതിത്ര പെട്ടെന്ന് നടക്കുമെന്ന് നിദ്ര സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. കാരണം സാറയുടെ സ്വഭാവം അവൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ എളുപ്പത്തിലൊന്ന് സാർ ഒഴിഞ്ഞു പോകുമെന്ന് നിദ്ര കരുതിയിരുന്നില്ല. അവൾക്കൊരേ സമയം കണ്ണുനീരും സന്തോഷവും വരികയായിരുന്നു. തനിക്ക് വേണ്ടി എന്തെല്ലാമാണ് ദേവേട്ടൻ ചെയ്യുന്നത്. പക്ഷേ സാറെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി എന്തിനായിരിക്കും അവൻ ചെയ്തിരിക്കുന്നത് എന്നറിയാനുള്ള ഒരാകാംക്ഷ അവളിൽ തങ്ങി നിന്നു. പെട്ടെന്നാണ് ഗായത്രി ദേവി അവളെ ഒന്ന് നോക്കിയത്. അവളുടെ മുഖത്തെ സന്തോഷവും വികാരവും എല്ലാം അവർക്ക് തിരിച്ചറിയാവുന്നതായിരുന്നു. നിങ്ങളുടെ കോണ്ടാക്ട് തീരാൻ ഇനി എത്ര മാസമുണ്ട്? പെട്ടെന്നൊരു ചോദ്യമായിരുന്നു ഗായത്രി ദേവി. നിദ്രയ്ക്ക് ആ ചോദ്യത്തിൻ്റെ അർത്ഥം ആദ്യം മനസ്സിലായില്ല. നീ അവന് ഒരു കരാർ ഒപ്പിട്ട് കൊടുത്തിരുന്നില്ലേ? 1 വർഷത്തെ കോൺട്രാക്ട് ദാമ്പത്യ ജീവിതം, അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഗായത്രി ദേവി പിന്നെയും ഒരിക്കൽ കൂടി വ്യക്തമായ ആ ചോദ്യം ചോദിക്കവേ നിദ്രയുടെ മുഖം മങ്ങി. സത്യത്തിൽ അതിനെപ്പറ്റിയൊന്നും അവൾ ഇതുവരെയും ഓർത്തിരുന്നില്ല. പണ്ടേ മറവിക്ക് വിട്ട കാര്യമാണത്. പിന്നെയും ഗായത്രി ദേവി അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവളുടെ മനസ്സിലൊരു നൊമ്പരമുണർന്നു. അത് അമ്മേ, ഇനിയും ഒരു 5 മാസം കൂടിയുണ്ട്. ഓർമ്മയിൽ നിന്നും ചികഞ്ഞെടുത്തുകൊണ്ട് നിദ്ര പറഞ്ഞപ്പോൾ ഗായത്രി ദേവി ഒന്ന് നെടുവേർപ്പെട്ടു. നന്നായി, 4 മാസം കഴിഞ്ഞ് അതങ്ങ് തീർന്നു കിട്ടുമല്ലോ. കരാറാണെങ്കിലും ഒരു ഭാരം പോലെ അത് കിടക്കുകയാണ് മനസ്സിൽ. ഗായത്രി ദേവി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിദ്രയ്ക്ക് പിടികിട്ടിയില്ല. നീ വാർത്തയൊന്നും കണ്ട് മയങ്ങാൻ നിൽക്കണ്ട, മര്യാദയ്ക്ക് പഠിക്കാൻ പൊയ്ക്കൊള്ളണം. നമ്മുടെ ഒരു തീരുമാനത്തിലും മാറ്റമില്ല. ഡിഗ്രി കഴിഞ്ഞാൽ PG ചെയ്യാൻ നീ UK പോകുന്നു. അത് ഞാൻ ഉറപ്പിച്ച കാര്യം തന്നെയാണ്, കേട്ടല്ലോ. ഒരിക്കൽ കൂടി തൻ്റെ തീരുമാനം വ്യക്തമാക്കിക്കൊണ്ട് ഗായത്രി ദേവി ചോദിച്ചപ്പോൾ നിദ്ര ഒന്നും പറയാതെ തലയനക്കുക മാത്രം ചെയ്തു. എങ്കിലും തൻ്റെയും രുദ്രൻ്റെയും ജീവിതത്തിൻ്റെ ഭാവി എന്തായി തീരുമെന്നോർത്ത് അവൾക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നു. സത്യഭാമയുടെ ജീവിതം ഒരു മാറ്റങ്ങളുമില്ലാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു. പലതരത്തിലുള്ള ജീവിതങ്ങൾ ആ അനാഥാലയത്തിൽ കാണുമ്പോൾ അവർക്ക് തൻ്റെ ജീവിതം ഒരു ഭാഗ്യമാണെന്ന് പോലും തോന്നിപ്പോയി. വയസ്സായ അച്ഛനമ്മമാർ ഒരു കാരുണ്യവുമില്ലാതെ ഉപേക്ഷിച്ചിട്ട് പോകുന്നവർ, കുഞ്ഞുങ്ങളെ അനാഥാലയത്തിൻ്റെ പടിക്കൽ നടതള്ളി പോകുന്ന അമ്മമാർ, രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഭാര്യമാരെ കൊണ്ട് എറിഞ്ഞിട്ട് പോകുന്ന ഭർത്താക്കന്മാർ, എല്ലാം കൊണ്ടും ഇതുവരെയുള്ള തൻ്റെ ജീവിതം സകലവിധ സുഖ സൗകര്യങ്ങളും ഉള്ളതായിരുന്നു എന്ന് ഓർക്കവേ വെറുതെ അത് മറ്റുള്ളവർക്ക് പാരവയ്ക്കാൻ ഉപയോഗിച്ചതിനെ ചൊല്ലി അവർക്ക് മനസ്താപമുണ്ടായി തുടങ്ങിയിരുന്നു. എങ്കിലും ഇടയ്ക്കെല്ലാം അവർ സ്വന്തം മക്കളെ പറ്റി ചിന്തിക്കും. വീട് ജപ്തി ചെയ്ത് പോയി കാണും, ശരത്തിപ്പോയി എന്ത് ചെയ്യുകയായിരിക്കും എന്നോർത്തായിരുന്നു അവർക്ക് ഏറ്റവും വിഷമം. മനസ്സിലൊരു തരിയെങ്കിലും നന്മയുള്ളവനായിരുന്നു അവൻ. നിദ്രയെ തങ്ങൾ ഉപദ്രവിക്കുമ്പോൾ കുറച്ചെങ്കിലും അവൾക്ക് കൂട്ടായി നിന്നിരുന്നത് അവൻ മാത്രമാണ്.
അതിനവനും ഒരുപാട് വഴക്കും തള്ളും തങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. തന്നെയും ശരണ്യയും വന്നിട്ടാണ് അവൻ തങ്ങളുടെ പല കൊള്ളരുതായ്മകൾക്കും കൂടെ നിന്നിട്ടുള്ളത്. എങ്കിലും സ്വന്തമായി ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിയാത്തവനാണ്. ഒരു ചമ്മന്തി പോലും പൊടിച്ച് ചോറ് കഴിക്കാൻ അറിയാത്തവൻ. അവനെ പറ്റി ഓർത്ത് അവരുടെ മനസ്സ് പൊള്ളി. തന്നെ ഇത്തരം ഒരു പരിതാവസ്ഥയിൽ ഉപേക്ഷിച്ചിട്ട് പോയതാണെങ്കിൽ കൂടിയും ശരണ്യയെക്കുറിച്ച് ഓർത്ത് അവർക്ക് വിഷമമുണ്ടായിരുന്നു. എവിടെയാണെങ്കിലും നല്ല രീതിയിൽ കഴിഞ്ഞാൽ മതിയായിരുന്നു. നിദ്രയോട് താൻ ചെയ്തതിനൊക്കെയും പണി കിട്ടിയത് തനിക്ക് മാത്രമാണ്. മക്കൾക്ക് അതിലൊരു അംശം പോലും കിട്ടല്ലേ എന്നും അവർ മനസ്സുരുകി പ്രാർത്ഥിച്ചു. അനാഥാലയത്തിൽ അന്നദാനം നടത്താൻ ആരെങ്കിലും വരുമ്പോൾ അവർ കരുതും അത് നിദ്രയാണെന്ന്. പെട്ടെന്ന് അവർ ഓടിച്ചെല്ലും. എങ്കിലും അത് അവളല്ലെന്നറിയുമ്പോൾ അവർക്ക് വിഷമം തോന്നും. എന്നെങ്കിലും ഒരിക്കൽ തന്നെ തേടി നിദ്ര വരുമെന്നും അവർ കരുതി. ഒരിക്കൽ പൂന്തോട്ടം നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സത്യഭാമ. സത്യഭാമയ്ക്കൊരു വിസിറ്ററുണ്ട്. ഏതോ ഒരാൾ വന്ന് പറഞ്ഞിട്ട് പോകുന്നത് കേട്ടപ്പോൾ സത്യഭാമ ഞെട്ടിത്തരിച്ചു. പിന്നീട് അവരൊരു ഓട്ടമായിരുന്നു റിസപ്ഷനിലേക്ക്. നിദ്രയെ പ്രതീക്ഷിച്ച് അവർ ശരത്തിനെ കണ്ട് ഞെട്ടിപ്പോയി. അവൻ്റെ കൈ പിടിച്ചൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ഒരു നോക്ക് കുത്തിയെ പോലെ അവർ മകനെ നോക്കി. ശരത് ആ പെൺകുട്ടിയെയും കൂട്ടി അടുത്തേക്ക് വന്നു. ഞാൻ അമ്മയെ ഒരുപാട് ഇടങ്ങളിൽ തിരഞ്ഞു. ജയിലിൽ നിന്നും വിട്ടയച്ചെന്ന് അവിടെ ചെന്നപ്പോൾ പറഞ്ഞറിഞ്ഞു. പിന്നീട് നിദ്രേച്ചിയാണ് എന്നെ വിളിച്ച് വിവരമെല്ലാം പറഞ്ഞത്. ഇവിടെയുണ്ടെന്നും ചേച്ചി തന്നെയാണ് പറഞ്ഞത്. വേണമെങ്കിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കോളാൻ എന്നോട് പറഞ്ഞു. ശരത് അത് പറയുമ്പോൾ സത്യഭാമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അമ്മയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായതോടെ ശരത്തിൻ്റെ മനസ്സിലൊരു സമാധാനമായി. അമ്മേ, ഇത് ആദിത്യ, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്. ഉടനെ തന്നെ വിവാഹം കഴിക്കും. ശരത്ത് പറയുന്നത് ഞെട്ടലോടെയാണ് അവർ കേട്ടു നിന്നത്. തൻ്റെ മകൻ്റെ വിവാഹം കാണാനുള്ള ഭാഗ്യം തനിക്കില്ലേ എന്നോർത്ത് അവരുടെ മനസ്സ് നൊന്തു. അതിനു മുന്നായി ഞാൻ അമ്മയെ കൂട്ടിയിട്ട് പോകാനാണ് വന്നത്. നമ്മുടെ വീട് ജപ്തി ചെയ്ത് പോയിട്ടില്ല കേട്ടോ. ആദ്യത്തെ ഒരു ഗഡു നിദ്ര ചേച്ചി തന്നെ അടച്ചു. ബാക്കിയുള്ള ഗഡുക്കൾ എന്നോട് തന്നെ അടയ്ക്കണമെന്ന് കർക്കശമായി പറയുകയും ചെയ്തു. മഹാദേവൻ സാറിൻ്റെ കമ്പനിയിൽ എനിക്കൊരു ജോലി തരപ്പെടുത്തി തന്നിട്ടുണ്ട്. മോശമല്ലാത്ത ജോലിയാണ്. സത്യഭാമയെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിദ്ര തന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോകുമെന്ന് കരുതിയവർ അവളെ ഓർത്ത് മനസ്സിൽ കരയാൻ തുടങ്ങി. തന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് അവൾ പോയിരിക്കുന്നത്. അവളോട് ഈ ജന്മത്തിൽ താൻ ചെയ്തതിനുള്ള ശിക്ഷ ഈ ജന്മം തന്നെ കൊണ്ട് അനുഭവിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിദ്ര തന്നെ നോക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നിപ്പോയി. അമ്മ കൂടെ വരണം. ഞാൻ അമ്മയെ കൊണ്ടുപോകാനാണ് വന്നത്. പഴയതെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക്. ശരത്ത് പ്രതീക്ഷയോടെ അവരെ നോക്കി. പക്ഷെ സത്യഭാമയില്ലെന്ന് തലയനക്കുകയാണ് ചെയ്തത്. ഇല്ല മോനെ, ആ വീട്ടിൽ നീയെങ്കിലും സ്വസ്ഥമായി ജീവിക്കൂ. ഞാൻ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടായി തീരും എന്ന് മാത്രമേ ഉള്ളൂ. വിവാഹത്തിന് തൊട്ടു മുന്നായി വന്ന് വിളിച്ചാൽ ഞാൻ വിവാഹം കൂടാൻ വേണ്ടി മാത്രം വരാം. പിന്നൊന്നിനും അമ്മയെ നിർബന്ധിക്കരുത്. സത്യഭാമ തനിക്ക് മുന്നിൽ നിന്ന് മുഖം പൊത്തി കരയുന്നത് കണ്ടപ്പോൾ എത്രമാത്രം നിദ്ര അവരുടെ മനസ്സ് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യം ശരത്തിന് വ്യക്തമായിരുന്നു. എങ്കിലും കൂടെ വരുന്നില്ലെന്ന അമ്മയുടെ മറുപടി അവനെ ഞെട്ടിച്ച് കളഞ്ഞിരുന്നു. അമ്മയെ കൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഇപ്പോൾ അക്കാര്യം എനിക്ക് ഉറപ്പായി കഴിഞ്ഞു. ഒറ്റയ്ക്ക് ആ വീട്ടിൽ ഞങ്ങൾ ജീവിക്കാൻ വയ്യമ്മേ. അമ്മ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. ആദിത്യയാണ് സത്യഭാമയുടെ കയ്യിൽ പിടിച്ചത് പറഞ്ഞത്. ആ പെൺകുട്ടിയുടെ സ്നേഹം കണ്ട് അവരുടെ മനസ്സ് നിറഞ്ഞു. സത്യഭാമ ഒന്ന് അവളെ പിടിച്ച് മാറോടണച്ചു. പൊറുക്കാൻ പറ്റാത്ത ഒരുപാട് തെറ്റുകൾ ഈ അമ്മ ചിലരോടൊക്കെ ചെയ്തു പോയി മോളെ. അതിനാരൊക്കെ എന്നോട് ക്ഷമിച്ചാലും എനിക്കിപ്പോൾ സ്വയം ക്ഷമിക്കാൻ പറ്റാത്തതുപോലെയാണ്. നീ എൻ്റെ മോനെ നന്നായി നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നന്നായി വരും രണ്ടുപേരും. അവർ രണ്ടുപേരുടെയും തലയിൽ കൈവച്ച് ആത്മാർത്ഥമായി സത്യഭാമ പ്രാർത്ഥിച്ചു. ശരണ്യയുടെ എന്തെങ്കിലും വിവരം അവർക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ശരത് അത് പറയാത്തത് കൊണ്ടും അവനെ ദേഷ്യം പിടിപ്പിക്കേണ്ട എന്ന് കരുതിയതും മനഃപൂർവ്വം സത്യഭാമ അത് ചോദിച്ചില്ല. ശരത് അവരെ കുറെ കൂടി കൂടെ വരാൻ നിർബന്ധിച്ചെങ്കിലും സത്യഭാമ പോകാൻ കൂട്ടാക്കിയില്ല. നിദ്ര പൂർണ്ണമായും തന്നോട് ക്ഷമിക്കാതെ ഈ അനാഥാലയത്തിൻ്റെ പടി താനിറങ്ങില്ലെന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു.